ആമേൻ. പ്രാരംഭം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ തികഞ്ഞൊരു ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ കണ്ടതെന്ന് പറഞ്ഞൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റം മുതൽ മറു അറ്റം വരെ ദൈവസാന്നിധ്യം മെല്ലെ മെല്ലെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നിറയുന്ന ദൈവസാന്നിധ്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിനകത്തേക്കും കൂടിയാണ് നിറയുന്നത്. ഈ ഹോളിനകത്ത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിനകത്തേക്കും ആ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ വന്നതുപോലെ കടന്നു പോകരുത്. ആമേൻ. പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ വന്നതുപോലെ കർത്താവ് മടക്കി വിടത്തില്ല. തികഞ്ഞ സന്തോഷത്തോടെയും പ്രത്യാശയോടെയും കർത്താവ് നിങ്ങളെ മടക്കി ഭവനങ്ങളിലേക്ക് അയക്കുവാനിടയായി തരും. സമയം നമ്മുടെ മുമ്പിലല്ലോ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു ദൈവശബ്ദമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവശബ്ദം എന്നോട് ഇടപെടുമ്പോൾ ഈ ദൈവശബ്ദം എന്നെ കത്തിക്കുവാനിടയായി തീർന്നു. ദൈവശബ്ദം എന്നെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു അതേ ദൈവശബ്ദം എന്ന് നിങ്ങളോട് കൈമാറുമ്പോൾ ഞാൻ അനുഭവിച്ച അതേ ദൈവസാന്നിധ്യം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്തു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങളെല്ലാവരും ആ വാക്യം എടുത്തെന്ന് വിശ്വസിക്കുന്നു, വാക്യം വായിച്ചെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എന്നോട് സംസാരിച്ച ചിന്ത എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രസംഗത്തിന് ഞാനിങ്ങനൊരു ടൈറ്റിൽ കൊടുത്തു, ഞങ്ങളെ നോക്കൂ. എല്ലാവരും ഒന്ന് പറയാമോ? ഞങ്ങളെ നോക്കൂ. കർത്താവ് എന്നോട് സംസാരിച്ചത് ആ ഒറ്റ വേർഡാണ്, ഞങ്ങളെ നോക്കൂ. ഞാൻ ഈ വചനത്തെക്കുറിച്ച് ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ദൈവസ്ഥാനത്തിലിരുന്ന് ചിന്തിച്ചു, നിരീക്ഷിച്ചു, പഠിച്ചു. എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം മറ്റും പറയാൻ സമയമില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ച 1-2 കാര്യങ്ങളുണ്ട്. അത് മാത്രം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു കാര്യങ്ങളിലും ഏർപ്പെടാൻ കഴിയത്തില്ല. എന്ത് കാര്യം ചെയ്യണമെങ്കിലും മറ്റൊരാളുടെ സഹായം ഇവന് ആവശ്യമാണ്. തനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം തൻ്റെ ശാരീരിക അവസ്ഥ അതിന് അനുകൂലമല്ല. തനിക്ക് മുടന്തുണ്ട്. തൻ്റെ ചെറുപ്പം മുതൽ തൻ്റെ കൂടെ വളർന്നു വന്ന ഒന്നാണ് അവൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ, ശാരീരിക പിരിമുറുക്കങ്ങൾ, സമ്മർദ്ദങ്ങൾ. അവൻ്റെ ചെറുപ്പം മുതൽ അവൻ്റെ കൂടെ വളർന്നു വരുവാനിടയായി തീർന്നു. അപ്പനും അമ്മയും അവർക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഇവനെ ചികിത്സിച്ച് കാണും. കൊണ്ടുപോകുന്ന ആശുപത്രികളെല്ലാം കൊണ്ടുപോയി കാണും. വൈദ്യന്മാരെ എല്ലാം കാണിച്ചു കാണും. അവിടെയൊന്നും ഇവർ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു വിടുതലും ഒരു സൗഖ്യവും അവന് ലഭിച്ചില്ല. എങ്കിലും അവൻ്റെ ഉള്ളിലെ ആഗ്രഹം നമുക്കിതിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇവനെ ചിലർ ചുമന്നുകൊണ്ട് കൊണ്ടിരുത്തുന്ന സ്ഥലമാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. ദേവാലയത്തിൻ്റെ പടിക്കലാണ് ഇവനെ കൊണ്ടിരുത്തുന്നത്. മറ്റെന്തേരെ സ്ഥലങ്ങളുണ്ട്, മറ്റെന്തേരെ ഇടങ്ങളുണ്ട്. വഴിയോരങ്ങളിൽ ഇരിക്കത്തില്ലേ? യേശു എരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ വഴിയരികെ ഇരുന്നൊരു കുരുടൻ നിലവിളിച്ചെന്നാണ് പറയുന്നത്. വഴിയരികെ ഇവന് ഇരിക്കാം, മറ്റ് പല സ്ഥലങ്ങളിൽ ഇവനും ഇരിക്കാം. പക്ഷെ അവിടെ ഒന്നും തിരഞ്ഞെടുക്കാതെ ദൈവാലയം മാത്രം അവൻ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. അടുത്തത് അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ആലയത്തിനകത്തേക്കൊന്ന് പ്രവേശിക്കണം. അതുകൊണ്ടാണ് അവസാന വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവൻ വിടുവിക്കപ്പെട്ടപ്പോൾ ആദ്യം പോയത് വീട്ടിലേക്കല്ല, അവൻ ആദ്യം ആലയത്തിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു.
പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? അവൻ്റെ ആഗ്രഹം എനിക്ക് എങ്ങനെയെങ്കിലും ഈ ആലയത്തിനകത്ത് കയറണം. അടുത്ത തന്നെ ചിന്തിപ്പിച്ചത് ഇവൻ ചെന്നിരിക്കുന്ന സമയമാണ്. ഇവൻ ചെന്നിരിക്കുന്ന സമയം പ്രാർത്ഥനാ സമയമാണ്. ദിനം പ്രതി പ്രാർത്ഥനാ സമയത്ത് ഇവനെ എന്ത് ചെയ്യും? ആളുകൾ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടിരുത്തും. അപ്പോൾ ഇവൻ തെരഞ്ഞെടുത്ത സമയവും പ്രത്യേകത ഉള്ളതായിരുന്നു. കാരണം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആളുകൾ ആലയത്തിൽ നിക്ഷേപിക്കാൻ എന്തെങ്കിലും നന്മകൾ കൂടി കരുതും. അതിനകത്തുനിന്ന് ഒരു പങ്ക് എനിക്ക് എന്തായാലും ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ സമയത്ത് മാത്രം അവിടെ കൊണ്ടിരുത്തിയാൽ മതി. അങ്ങനെ പ്രാർത്ഥനാ സമയത്ത് അവിടെ കൊണ്ടിരുത്തും. അവൻ യാചിക്കും. പോകുന്നവര് ദയ തോന്നി എന്തെങ്കിലും അവന് കൊടുക്കും. അവൻ അതുകൊണ്ട് ഇങ്ങനെ ഉപജീവിച്ചു പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് 2 വ്യക്തികളോട് ഇവൻ ഭിക്ഷ ചോദിക്കുവാനിടയായിട്ടുണ്ട്. അതും പത്രോസും യോഹന്നാനോടും ആയിരുന്നു ഇവൻ ഭിക്ഷ ചോദിച്ചത്. ഇവരുടെ പ്രത്യേകത എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഈ 2 വ്യക്തികൾ സാധാരണ വ്യക്തികളാണ്. ആരൊക്കെ? പത്രോസും യോഹന്നാനും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ മുമ്പ് വരെ സാധാരണ വ്യക്തികളായിരുന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സാധാരണ വ്യക്തികളെ അസാധാരണമായ ഒരു വ്യക്തിത്വങ്ങളാക്കി അഭിഷേകം മാറ്റുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. അസാധാരണമായ ഒരു വ്യക്തിത്വങ്ങളാക്കി അഭിഷേകം 2-ാം അധ്യായത്തിൽ മാറ്റുവാനിടയായി തീർന്നു. അങ്ങനെ അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി അവർ ഇറങ്ങുവാനിടയായി തീർന്നു. 3-ാം അധ്യായത്തിൽ പ്രാപിച്ചതിന്റെ പ്രദർശനം നടക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ, എനിക്ക് ശേഷം കർത്താവിന്റെ ദാസി ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ കേൾക്കുന്ന വചനം നിന്റെ മേൽ പ്രദർശിക്കപ്പെട്ടു വരുവാനിടയായി തീരും. ഈ കേൾക്കുന്ന വചനം നിന്റെ മേൽ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. അത് വിടുതലായി, അത് നന്മയായി, അത് അനുഗ്രഹമായി നിന്റെ മേൽ അത് വെളിപ്പെട്ടു വരുവാനിടയായി തീരും. മാത്രമല്ല, നിന്റെ കുടുംബത്തിനകത്തേക്കും നിന്റെ വിഷയങ്ങൾക്കകത്തേക്കും ഈ കേൾക്കുന്ന വചനം ഒരു വിടുതലായി ചലിക്കുവാനിടയായി തീരും. എത്ര പേരുന്ന പകൽ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ആദരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അവനും അറിഞ്ഞില്ല ആ പകൽ എന്റെ വിടുതലാണ്. അവനും അറിഞ്ഞില്ല. അതിന്റെ പ്രാരംഭവാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ എന്നാണ് പറയുന്നത്. ഒരിക്കൽ എന്ന് പറയുമ്പോൾ മുമ്പ് എപ്പോഴോ ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും വരുന്നില്ല. ഒരിക്കൽ എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ മുമ്പ് എപ്പോഴോ വന്നു പോയതാണ്. നമ്മൾ പറയത്തില്ല ഞാൻ ഒരിക്കൽ ആ സ്ഥലം കാണാൻ പോയതാ, പിന്നീട് ഞാൻ പിന്നൊരിക്കലാണ് പോയത്. അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും ഒരിക്കൽ ദൈവാലയത്തിലേക്ക് വന്നെന്നാണ് പറയുന്നത്. പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് വന്നെന്നാണ് പറയുന്നത്. അത് ഈ വ്യക്തിയുടെ വിടുതലിനായിരുന്നു. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഒരു വിടുതലിന് വേണ്ടിയാണ്. ഇന്ന് പകൽ ദൈവം ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നത് ഒരു വിടുതലിന് വേണ്ടിയാണ്. അവരെ 2 പേരെയും ദൈവാത്മാവ് നിയോഗിച്ച ആലയത്തിലേക്ക് അയച്ചത് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരുവൻ അകത്തലിരിക്കുന്നത് പടിക്കലിരിക്കുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും അയച്ചത് അകത്തിരുന്ന് ആരാധിക്കുന്നവർക്ക് വേണ്ടിയല്ല, പുറത്ത് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരുവനുണ്ട്. അവന് വേണ്ടിയാണ് 2 പേരെ ദൈവാത്മാവ് അങ്ങോട്ട് അയച്ചത്. അങ്ങനെ അവര് നടന്ന് നീങ്ങുവാനിടയായി തീർന്നു. ഇവര് പോകുന്നത് കണ്ടപ്പോൾ ഇവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. കർത്താവിനോട് സംസാരിച്ചത്, ഇവൻ ചോദിച്ചത് ഭിക്ഷയാണ്, അവര് കൊടുത്തത് രക്ഷയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അവൻ ചോദിച്ചത് ഭിക്ഷയാണ്, എന്നാൽ ഇവര് മടക്കി അവന്റെ കരത്തിലേക്ക് കൊടുത്തത് രക്ഷയാണ്. ആർക്കും കൊടുക്കാൻ കഴിയാത്തത്, ആർക്കും നൽകാൻ കഴിയാത്തത് അവന് വേണ്ടി ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. അവൻ ചോദിച്ചതൊന്ന്, അവര് കൊടുത്തത് മറ്റൊന്ന്. ഇവൻ ചോദിച്ചത് കൊടുത്താൽ ഇവൻ നാളെയും ഇങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവൻ ചോദിക്കാത്ത ഒന്ന്
അവന് കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലേക്ക് പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തെ അവൻ നൽകുവാനിടയായി തീരും. വിഷയത്തിന്റെ മറുപടിയല്ല വേണ്ടത്, ദൈവശക്തിയാണ് നിനക്ക് ആവശ്യം. ദൈവശക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ. അടുത്ത തന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവര് ചില നോട്ടങ്ങളുണ്ട് അതിനകത്ത്. നോട്ടങ്ങൾ ഒന്ന് പറയുന്നത് 4-ാമത്തെ വാക്യം, പത്രോസും യോഹന്നാനും കൂടെ അവനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. അടുത്തത് അവര് പറഞ്ഞു, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക്. അവിടെയാണ് ദൈവം എന്നെ ചിന്തിപ്പിച്ചത്. ഞങ്ങളെ നോക്ക് എന്ന പദത്തിനകത്തൂടെ അവര് പറയാൻ ഉദ്ദേശിച്ചത്, അവരവന് കൊടുക്കാൻ ഉദ്ദേശിച്ചത് യേശുവിനെ ആയിരുന്നു. പത്രോസും യോഹന്നാനും എന്ന വ്യക്തി പ്രഭാവങ്ങളുടെ ശ്രേഷ്ഠത കാണിക്കാനല്ല ഞങ്ങളെ നോക്കാൻ പറഞ്ഞത്. എന്റെ ഉള്ളിൽ ഒരു യേശുവുണ്ട്, എന്റെ അകത്തൊരു യേശുവുണ്ട്. മർക്കോസിന്റെ മാളിക മുറിക്കകത്തു വെച്ച് അവൻ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കേണ്ടത് പ്രശ്നങ്ങളല്ല, ചോദ്യചിഹ്നങ്ങളല്ല. യേശു നിന്റെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കുവാനിടയായി തീർന്നു. ഒരവസരം യേശുവിന് കൊടുക്കാൻ കഴിയുമോ നിന്റെ ഹൃദയത്തിനകത്ത്? ചോദ്യചിഹ്നങ്ങളെയും ഒരു കൂട്ടം പ്രശ്നങ്ങളെയും ഒരു കൂട്ടം നിരാശകളെയും നിന്റെ ഹൃദയത്തിനകത്തു തള്ളി നീക്കി ഇന്ന് പകൽ സ്വാഗതം. യേശുവേ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ സമൂലമായ മാറ്റം നിന്റെ ഹൃദയത്തിനകത്ത് അവിടെ മുതൽ സംഭവിക്കും. എന്തേ നമ്മുടെ വിഷയത്തിനകത്ത് വിടുതൽ നടക്കാത്തത്? എന്തേ നാം പ്രാർത്ഥിച്ചത് അത്ഭുതങ്ങൾ കാണാത്തത്? എന്തേ നാം ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവ് എന്നെ ചിന്തിപ്പിച്ച കാര്യം, യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് ഇല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് മൊത്തം നിൽക്കുന്നത്, എനിക്ക് ഇന്ന വിഷയത്തിന് മറുപടി വേണം, മറുപടി ആയില്ല, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, അതിനേക്ക് അല്പസമയത്തൊക്കെ നീക്ക്. എല്ലാവർക്കും വിഷയത്തിന് മറുപടി മതി, യേശുവിനെ ആർക്കും വേണ്ട. ഈ വിഷയത്തിന് മറുപടി തരുന്ന ഒരാളില്ലേ, അദ്ദേഹത്തെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന പകല് അവിടെ മുതൽ ഒരു മാറ്റം നിങ്ങൾ കണ്ടു തുടങ്ങും. അവിടെ മുതൽ ഒരു ദൈവപ്രവർത്തിക്ക് നീ സാക്ഷ്യം വഹിച്ചു തുടങ്ങും. ശ്രദ്ധിക്കണേ. അടുത്ത് തന്നെ ചിന്തിപ്പിച്ചത് ഉറ്റുനോക്കി. ഞാൻ ഈ പദത്തെ വളരെ ഗൗരവമായി ഒന്ന് നിരീക്ഷിക്കുവാനിടയായിരുന്നു. ഞാൻ എൻ്റെ ആശയത്തിൽ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറ്റുനോക്കി എന്നതിനേക്കാൾ ഇച്ചൂടെ നല്ലത് തുറിച്ചു നോക്കി. ഇതിനെക്കുറിച്ച് ഞാൻ കമന്റുകൾ പരതിയപ്പോൾ എനിക്ക് കിട്ടിയത് തുറിച്ചു നോക്കി എന്ന പദമാണ്. ഉറ്റുനോക്കിയതിനേക്കാൾ നല്ലത് സ്റ്റാറിങ്, തുറിച്ചു നോക്കി. എപ്പോഴാണ് നമ്മൾ തുറിച്ചു നോക്കുന്നത്? ഏത് സമയത്തേക്കാണ് എപ്പോഴാണ് നമ്മൾ തുറിച്ചു നോക്കുന്നത്? നമ്മൾ കണ്ടിട്ടില്ലാത്തത് കാണുമ്പോൾ, നമ്മൾ കേട്ടിട്ടില്ലാത്തത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അത്ഭുതപ്പെട്ടു നോക്കും. തുറിച്ചു നോട്ടം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു നോക്കുക. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ നീ അത്ഭുതപ്പെടാൻ പോകുകയാ. ഈ ദൈവജനം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താൻ പോകുകയാ. ദൈവപ്രവർത്തികളെ വിളിച്ചു വരുത്താൻ പോകുകയാ. നിന്റെ കണ്ണുകൾ അത്ഭുതപ്പെടാൻ പോകുകയാണ്. അവര് തുറിച്ചു നോക്കിയത് ഈ വ്യക്തിയല്ല, ഈ വ്യക്തിയുടെ പ്രശ്നത്തെയായിരുന്നു. പത്രോസും യോഹന്നാനും അഭിഷേകം പ്രാപിച്ച് ഈ വ്യക്തിയെ കണ്ടപ്പോൾ അവനെ ശ്രദ്ധിച്ചു നോക്കി. ബാല്യം മുതൽ ഇവനെ ഈ അവസ്ഥയിലാക്കി കളഞ്ഞത് എന്താണെന്ന് ആരോഗ്യ മേഖലയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, വൈദ്യശാസ്ത്രങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, മരുന്നുകൾക്ക് സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു നോട്ടം, കേവലം ഒരു നോട്ടം, മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്തത്, വൈദ്യശാസ്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ഞങ്ങളല്ല, ദൈവം ചെയ്യും. ഞങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ അതിനെ തുറന്നു വിടുകയാ. Somebody shout ഇന്ന് പകൽ ആരാധിച്ചേ. നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ ഇന്ന് പകൽ തുറന്നു വിടുകയാ. വർഷങ്ങൾ പഴക്കമുള്ളത്, ബാല്യം മുതൽ നിന്നെ പിൻപറ്റുന്നത്,
കർത്താവ് ഇന്ന് അതിന്റെ കുരുക്കുകളെ അഴിച്ചു കളയും. നിന്നെ സ്വാതന്ത്ര്യമുള്ളവനാക്കാൻ പോകുകയാണ്. നിന്നെ സ്വാതന്ത്ര്യമുള്ളവനാക്കാൻ പോകുകയാണ് ഇന്ന് പകൽ. ശ്രദ്ധിക്കണേ. അടുത്തത്, ഇവൻ അവരെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു നോക്കി. ഇവരുടെ നോട്ടം, ഇവരുടെ തുറിച്ചു നോട്ടം ഇവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവന് മനസ്സിലായി, ആരും എന്ത് ചെയ്തിട്ടില്ല, എന്നെ ഇതുവരെ ഇങ്ങനെ നോക്കിയിട്ടില്ല. ഭിക്ഷ ചോദിച്ചിട്ട് തന്നിട്ട് പോയിട്ടേ ഉള്ളൂ. ഇവരൊന്നും തരുന്നതുമില്ല, ഒന്നും പറയുന്നതുമില്ല, നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുക, കണ്ടുപിടുത്തം എന്ന് വെച്ചാൽ എന്താണ് കണ്ടുപിടിക്കുക. ആമേൻ, ഹല്ലേലൂയ. അവരവനെ നോക്കിയപ്പോൾ അവന്റെ ബാല്യം മുതലുള്ള പ്രശ്നം അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അവനെന്ത് ചെയ്യുക? അതിന്റെ സൊല്യൂഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നീ ഞങ്ങളോട് ചോദിച്ചത് ഭിക്ഷ, നിനക്ക് ഞങ്ങൾ തരാൻ പോകുന്നത് രക്ഷ. അതിനകത്തൂടെ ഒന്നുകൂടെ ഞങ്ങൾ തരാൻ പോകുകയാണ്. യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് നൽകാൻ പോകുകയാണ്. ഇവന്റെ നോട്ടം ഇടയ്ക്കൊന്ന് മാറിപ്പോയി. നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകരുത്, ശ്രദ്ധ മാറിപ്പോകരുത്. പ്രൈസ് ഗോഡ്. അതവർക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ വിളിവിക്കപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ മാക്സിമം മാറ്റിവിടാം. അതുകൊണ്ടാ പറഞ്ഞ ഞങ്ങളെ നോക്ക് എന്ന പദം അവിടെ വരണമെങ്കിൽ അതിന്റെ അർത്ഥം ഇവന്റെ ശ്രദ്ധ മാറിപ്പോയി. ഇവൻ വിടിവിക്കപ്പെടേണ്ട സമയത്തേക്ക് അടുത്തു കഴിഞ്ഞു. ഇന്ന് മകൾ നിങ്ങൾ വിടിവിക്കപ്പെടേണ്ട സമയം എത്തിക്കഴിഞ്ഞു. നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടി നിന്റെ കരുത്തിലേക്ക് വരേണ്ട സമയം അടുത്തു കഴിഞ്ഞു. കരഞ്ഞുകൊണ്ടിരിക്കുന്നവര്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവര്, ഭാരപ്പെടുന്നവരോട് ഞാൻ ഒരു ദൂത് പറയുന്നു മകൾ. കർത്താവ് എനിക്ക് ഹൃദയത്തിനകത്ത് നല്ലൊരു ബോധ്യം തരുന്നു. നീ കരഞ്ഞ് നിലവിളിക്കുന്ന വിഷയത്തിന്റെ മറുപടി ആകേണ്ട സമയം അത് സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളെ നോക്ക്, ഞങ്ങൾ വന്നത് നിനക്ക് വേണ്ടിയാ. ഒന്ന് ചിന്തിച്ചോണേ. പ്രാർത്ഥന സമയം എന്നാ പറയുന്നത്, പ്രാർത്ഥന തുടങ്ങി എന്ന് പറയുന്നില്ല. പ്രാർത്ഥന സമയമായതേ ഉള്ളൂ. ഒരു ദൂത് ഞാൻ പറയാം. നിങ്ങൾ ഇന്നലെ ഈ മീറ്റിങ്ങിന് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് വാഹനത്തിൽ യാത്ര ചെയ്ത് ഇതിനകത്ത് വന്ന ചെയറിൽ ഇരുന്നപ്പോൾ തന്നെ നിന്റെ വിഷയത്തിനകത്ത് ഒരു മറുപടിയായി കഴിഞ്ഞ് എന്ന് ഞാൻ പറഞ്ഞാൽ, അതിനെ സ്വീകരിക്കാൻ കരുത്തുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ, അതിനെ നിന്റേതാക്കാൻ കരുത്തുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ, കരമുയർത്തിയോ കരമടിച്ചോ അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ. നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് പ്രാർത്ഥന തുടങ്ങി അവസാനിക്കുന്നതിന് ഇടയ്ക്കുള്ളൊരു വിടുതലിനെയാണ് കണ്ടിട്ടുള്ളത്. അതിനെ തിരുത്തുകയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളത് പ്രാർത്ഥന തുടങ്ങി അവസാനിക്കുന്നതിനകത്തുള്ളൊരു വിടുതലിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഞാനൊരു ദൂത് പറയാം. ഇന്ന് പകൽ നീ കാണാത്ത ഒന്ന് കാണാൻ പോകുകയാ. നീ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ്, നീ കരമടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആലയത്തിനകത്ത് ഇരിക്കുന്ന ആർക്കും വേണ്ടിയല്ല വന്നത്, ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം വന്നത്. ശ്രദ്ധിച്ചോണേ. അവൻ സൂക്ഷിച്ചു നോക്കി. വല്ലതും കിട്ടുമെന്ന് കരുതിയാണ് സൂക്ഷിച്ചു നോക്കിയത്. അന്നാരവും അവനിലേക്ക് ആരെത്തിയിട്ടില്ല, യേശു എത്തിയിട്ടില്ല. എന്നാൽ ഇവര് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവിനെ ഇവനിലേക്ക് എത്തിക്കാനാണ്. അതിനാദ്യം വേണ്ടത് ഇവനൊരു തിരിച്ചറിവാണ്. യേശുവിനെ കുറിച്ചുള്ളൊരു തിരിച്ചറിവ് വേണം. ഞങ്ങളെ നോക്കൂ എന്ന പദത്തിലൂടെ ഇവർ ഉദ്ദേശിച്ചത് ഇത്രേ മാത്രമേ ഉള്ളൂ. ഇവനു വേണ്ടി ദൈവം തന്നിൽ കരുതി വച്ചിരിക്കുന്ന വിടുതലിലേക്ക് ഇവനെ കൊണ്ടെടുത്തിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ഞങ്ങളെ നോക്കൂ എന്ന പദത്തിനകത്തൂടെ ഈ 2 ശിഷ്യന്മാർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ശ്രമിച്ചത് ഇവനു വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വിടുതലിലേക്ക് ഇവനെ വലിച്ചടിപ്പിക്കുക.
ഇന്ന് പകൽ ഞങ്ങൾ ഓരോരുത്തരും എനിക്ക് ശേഷം കർത്താവിന്റെ ദാസി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ശ്രമിക്കുന്നത് നിനക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവീയ കരുതലിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് തിരിച്ചറിവ്. ഞാൻ നിർത്താൻ പോകുകയാണ്, സമയം നമ്മുടെ മുമ്പിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവിനെ കുറിച്ച് ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കതിനെ ഇങ്ങനെ നിർവചിക്കാൻ കഴിഞ്ഞു. എന്താണ് തിരിച്ചറിവ്? നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും, നമ്മൾ അറിഞ്ഞതിൽ നിന്നും, നമ്മൾ ശരിയാണ് വെച്ചതിൽ നിന്നും ഒരു മാറ്റം. ഏതിലേക്ക്? കൃത്യമായതിലേക്കും ശരിയായതിലേക്കും നമ്മൾ എന്ത് ചെയ്യുക? കൊണ്ടുവരുന്നതാണ് തിരിച്ചറിവ്. ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് തിരിച്ചറിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും അറിഞ്ഞു വെച്ചതിൽ നിന്നും നമ്മളെ കൃത്യമായതിലേക്കും ശരിയായതിലേക്കും കൊണ്ടുവരുന്നതാണ് തിരിച്ചറിവ്. അതിനെ ആരെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്? അതിന് യേശുവിനെ നീ തിരിച്ചറിയണം. യേശുവിനെ നീ തിരിച്ചറിഞ്ഞാൽ നീ ഭാരപ്പെടത്തില്ല, നീ വിഷമിക്കത്തില്ല, നീ തളർന്നു പോകത്തില്ല, നീ നിരാശപ്പെട്ടു പോകത്തില്ല, ഒന്നിന്റെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല, ഒന്നിന്റെ മുമ്പിൽ നിലവിളിക്കത്തില്ല, ഒന്നിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കത്തില്ല. യേശു ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ അവനെ കണ്ടാൽ അറിയാം യേശു അവന്റെ അകത്തുണ്ടെന്ന്. എന്തൊക്കെ പ്രതികൂലമാണെങ്കിലും ഏതൊക്കെ വിപരീതമാണെങ്കിലും അവൻ അതിനെയൊന്നും ഗൗനിക്കാതെ യേശുവിനെ മാത്രം ഫോക്കസ് ചെയ്യുവാനിടയാത്തരും. അവനറിയാം ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവിനെയാണ്. അധിക കാലം ഈ പ്രശ്നങ്ങൾക്കോ ഈ കെട്ടുകൾക്കോ എന്റെ മേൽ ആധിപത്യം പറയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ അധിക കാലം ചിലതിന് നിന്റെ മേൽ കിടക്കാൻ കഴിയത്തില്ല. അതിനാദ്യം വേണ്ടത് യേശുവിനെ നീ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയണം. യേശുവിനെ നീ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ കരുതി കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ, നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് പോലെയൊന്നുമല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥമായി കർത്താവിനെ ആദ്യം നീ തിരിച്ചറിയണം. നമ്മൾ വിചാരിക്കുന്ന ഒരു പായിട്ട് 2 പാട്ടുപാടി കൈ നന്നായി അടിച്ച് കണ്ണീരൊഴുക്കിയാലേ ദൈവം പ്രവർത്തിക്കത്തുള്ളെന്ന. പക്ഷേ വചനം പറയുന്നത് അവൻ നിന്റെ ഹൃദയത്തിന്റെ ഞരക്കത്തെ പോലും അറിയുന്നു. നിന്റെ ഹൃദയം ഒന്ന് ഞരങ്ങുമ്പോൾ, നിന്റെ ഹൃദയം ഒന്ന് തകർക്കപ്പെടുമ്പോൾ, ചിലപ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ പദങ്ങൾ കാണത്തില്ല. പക്ഷെ അവിടെയും നിന്നെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. അവിടെയും നിന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ യേശു. പ്രൈസ് ഗോഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാൻ പദങ്ങൾ കിട്ടുന്നില്ല. ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാൻ പദങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ പെന്നിന്നയുടെ ചോദ്യചിഹ്നങ്ങൾ, പെന്നിന്നയുടെ വാക്കുകൾ ഹന്നയുടെ ശബ്ദത്തെ പോലും അടച്ചു കളയുവാനുണ്ടായിരുന്നു. ഹന്നയ്ക്ക് ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട. നിന്റെ അകത്തു നിന്ന് പുറത്തു വരാൻ പോകുന്നത് 4 ചുവരുകൾക്കിടയിൽ നിൽക്കുന്ന ഒരുവനല്ല, ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരുവനാണ്. ഇന്ന് പകൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിടുതൽ 4 ചുവരിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ദേശങ്ങൾ മുതൽ രാജ്യങ്ങൾ വരെ അറിയപ്പെടുന്ന തരത്തിലൊരു വിടുതൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പോലെ വിശ്വസിക്കുന്നവർ കർത്താവ് അങ്ങനെ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാക്കി. അങ്ങനെ ചില അത്ഭുതങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചെയ്യുവാനിടയായിത്തീരും. ഒരു നിമിഷം കൂടെ എല്ലാവരും മധുരങ്ങളെ ദൈവസന്നിധിയിൽ തുറന്ന് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മെ നടത്തുന്ന നല്ലൊരു ആത്മാവ്, നമ്മളോട് സംസാരിക്കുന്ന നല്ലൊരു ആത്മാവ്, അവന്റെ പേരാണ് പരിശുദ്ധ ആത്മാവ്.